ഹായ് ഫ്രണ്ട്സ്, ഹലാ നീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റവ വെച്ച നല്ലൊരു കേക്കാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു കേക്കൊക്കെ തിന്നണമെന്ന് തോന്നുമ്പോൾ കഴിക്കാൻ പറ്റിയ അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തയാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൗഡർ പാകത്തിലൊന്നും ആവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1/4 കപ്പ് മൈദയാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ നിർബന്ധമായിട്ടും ചേർക്കണം. 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് 1/2 കപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ഇട്ടാലും മതി. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ ഇപ്പോൾ നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 100 ml ഓയിൽ ഉണ്ടാവും 1/2 കപ്പ്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റവ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കാരണം കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. അപ്പോൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. കാരണം ഇത് ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടിയിട്ട് മിക്സായി കിട്ടില്ല. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ കേക്കിൻ്റെ കറക്റ്റ് ലൂസായിട്ട് ഇത് കിട്ടും. ഇങ്ങനെയാണ് ഈ ഒരു ബാറ്റർ ഉണ്ടാവാൻ. ഈ ഒരു ലൂസ് എന്തായാലും വേണം. അപ്പോൾ നമുക്കിനി ഇത് നേരെ ബേക്ക് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കർ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ചൂടായി വന്നതാണ്. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുക്കറിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു തവയും കൂടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തവയും നന്നായിട്ട് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഈ ബാറ്റർ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് നമുക്ക് ഈ തവയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 40 മിനിറ്റ് ഇതിങ്ങനെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അധികം ലോ ഫ്ലെയിമിലും ആവരുത്, ഹൈ ഫ്ലെയിമിലും ആവരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കണം. ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1 സ്പൂൺ ഏലക്കപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 1/2 ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ തിളക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി കേക്ക് കുക്കായൊന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ 40 മിനിറ്റ്, ഏകദേശം 40 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു 30 മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. അതൊന്ന് കുത്തി നോക്കിയാൽ മതി. വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ച് കൊടുക്കുക. കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടാണ്. ഈ ഒരു ചൂടിൽ തന്നെ നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ഇതിനൊന്ന് കുത്തി കൊടുക്കാം.
അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയത്. ഇല്ലെങ്കിൽ ആ കുക്കറിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുക്കറിൽ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ഇത് നല്ല കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവാൻ. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ആ ഉണ്ടാക്കിയ അളവിലുള്ള ആ ഷുഗർ സിറപ്പ് ഇതിൽ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. അത് ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു അളവാണ്. അത് ഫുള്ളും ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. സിറപ്പ് ഒഴിച്ച് ഒരു 2 മണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. തണുത്തതിന് ശേഷം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിറപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. അത് ഒഴിച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവാൻ. അപ്പോൾ അങ്ങനെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് നമുക്കൊരു ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു കേക്കൊക്കെ തിന്നണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയുമായി ഇനിയും കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ്.